Welcome to our glamping pod. Oh, this is the hot tub. Super la. So, ഇവിടെ എല്ലാം ഇതേപോലത്തെ glamping tents ആണ് ഉള്ളത്. Accommodating more people like 6, 7, 10 people. Which place is this? Scotland. That's good. Hi guys, welcome from Scotland. Wishing you all a Merry Christmas and a Happy New Year. We are in Scotland right now. This is a place called Crieff and this is a glamping site. So I'm going to show you around. Crieff in the Parayana Salam is around 1 hour from Glasgow. Crieff il ninnulla biggest city would be Perth. Perth or Stirling would be the biggest cities. ഇന്നലെ നൈറ്റ് ആണ് എത്തിയത്. ഇന്നലെ നൈറ്റ് എത്തിയപ്പം it was already dark because 4:30 ആകുമ്പോൾ ഡാർക്ക് ആവുമല്ലോ. And ഇവിടുത്തെ weather was -1. Today it's a little bit more better. ഇവിടെ നിന്ന് എഡിൻബറയിലേക്ക് പോകാനൊക്കെ നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. So this place in particular, this glamping site is Braidhuff Holiday Park. Let's go outside first. ഈ ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്നതും ഗ്ലാമ്പിംഗ് പോട്ട്സ് തന്നെയാണ്, ബട്ട് ഇറ്റ്സ് ഫോർ ലാർജർ ഗ്രൂപ്പ്സ് ദാറ്റ് അക്കോമഡേറ്റ്സ് മോർ പീപ്പിൾ. ദിസ് ഈസ് ദ പോട്ട് ദാറ്റ് വി ആർ സ്റ്റേയിങ് ഇൻ. ഇറ്റ്സ് നെയിം ഈസ് ദ ഡി. ഇവിടെ എന്ന് പറഞ്ഞാൽ കോമൺ ഏരിയ ആണ്, അപ്പം എനി വൺ ക്യാൻ ആക്സസ് ദീസ് ഏരിയാസ്. ഹലോ, യാ ദാറ്റ്സ് ഫൈൻ. എവറിഡേ മോർണിംഗ് സ്റ്റാഫ് വന്നിട്ട് ഹോട്ട് ടബിനകത്ത് ക്ലീനിങ് കെമിക്കൽസ് ആഡ് ചെയ്യും സോ ദാറ്റ് ഇറ്റ് സ്റ്റേസ് ക്ലീൻ ആൻഡ് ഹൈജീനിക് ഫോർ അസ് ടു യൂസ്. ഇവിടെ ഇതാണ് ഗ്രില്ലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ അങ്ങനെ ചെയ്യാനും പ്ലാൻ ഉണ്ടെന്ന്. അകത്ത് കാണിക്കുന്നതിന് മുമ്പ് ഞാൻ പുറത്തൊന്ന് കാണിക്കാം. ഇതെല്ലാം രാത്രി വന്നുകൊണ്ട് പ്രോപ്പറായിട്ട് കാണാനൊന്നും പറ്റിയില്ല. പക്ഷേ ഇന്ന് രാവിലെ എണീച്ചിട്ട് ആദ്യം ലൈക്ക് സൈലൻ്റ് ആണല്ലോ ഇവിടെ, അങ്ങനെ കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് രാത്രി കിടന്നുറങ്ങിയിട്ട് ഈ ഡോറിൻ്റെ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഈ വെള്ളത്തിൻ്റെ സൗണ്ട് ഇങ്ങനെ കേട്ടപ്പോൾ തന്നെ ഇറ്റ് വാസ് വെരി റിഫ്രഷിങ്ങും റിലാക്സിങ് ആയിട്ട് തോന്നി. ഈ വേറൊരു അടിപൊളി സംഭവം കാണിച്ചു തരാം. ഇതാണ് ഹോട്ട് ടബ്. സൂപ്പറല്ലേ. ഇതാണ് നമ്മുടെ ഗ്ലാമ്പിംഗ് പോഡ്. വെൽക്കം ടു അവർ ഗ്ലാമ്പിംഗ് പോഡ്. ദിസ് ഈസ് സോഫ കം ബെഡ്. പിന്നെ ഇവിടെ സ്മോൾ സ്പേസിൽ എല്ലാം സെറ്റാക്കിയ രീതിയിലാണ്. സോ ടേബിൾ ആൻഡ് ചെയർസ്. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് കുറേ സാധനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ബിക്കോസ് ലൈക്ക് നിയർ ബൈ അധികം ഷോപ്സ് ഇല്ല ടു ബി ഓണസ്റ്റ്. സോ വീട്ടിൽ നിന്ന് തന്നെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ന്യൂട്ടെല്ല കൊണ്ടുവന്നു, അച്ചാറ് കൊണ്ടുവന്നിട്ടുണ്ട്. ലേക്ക് ഡിസ്ട്രിക്റ്റിൽ പോയപ്പം ടെസ്കോയിൽ നിന്ന് ചിക്കൻ, ബട്ടർ ചിക്കനും ബിരിയാണി അങ്ങനെ എന്തൊക്കെ വാങ്ങിയതിൽ ഉപ്പൊന്നും ഇല്ലായിരുന്നു. ഇവിടുത്തെ ആൾക്കാർ കഴിക്കുന്നതിൽ അങ്ങനെ അധികം ഒരു ഉപ്പും മുളകൊക്കെ കുറവായിരിക്കുമല്ലോ. സോ ഞാൻ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നു. പിന്നെ ബ്രെഡുണ്ട്. പിന്നെ ഐ നോ ഷുഗറും ടീ ഒക്കെ കാണും ഇവിടെ, പക്ഷെ ഞാൻ സ്റ്റിൽ ഐ ഗോട്ട് സം ഷുഗർ ആൻഡ് സം ടീ ബാഗ്സ്. ഇനി ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന സാധനങ്ങൾ, കെറ്റിലും ടോസ്റ്ററും സാധനങ്ങളൊക്കെ. ഇതാണ് നമ്മുടെ കിച്ചൺ. മൈക്രോവേവ്. പിന്നെ മൈക്രോവേവിന്റെ തൊട്ട് താഴെയുള്ള ഈ സെക്ഷനകത്ത് കട്ട്ലറി ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് അതിനകത്ത്. ഇതൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളാണ്. പിന്നെ ചോക്ലേറ്റ്. ചോക്ലേറ്റ്. They are also having plates and everything. അപ്പോൾ പ്ലേറ്റ്സ് ഉണ്ട്, നൈഫ് ഉണ്ട്, സിസേഴ്സ് ഉണ്ട്, ചിപ്സും അമ്മ കൊണ്ടുവന്നതാണ്. പിന്നെ ഈ പാത്രം ഇൻ കേസ് ഇവിടെ പാത്രങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യും? അതുകൊണ്ട് ഞാൻ ഐ ബോട്ട് വൺ കപ്പ് ഒരു പാത്രം, ചായപാത്രം കൊണ്ടുവന്നു. പിന്നെ അങ്ങനെ കുറച്ച് ഒരു പ്ലേറ്റ്, ഒരു സ്പൂൺ, അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നു. പക്ഷേ ഇവിടെ ഓൾറെഡി പ്ലേറ്റ്സ്, ബൗൾസ്, പാത്രങ്ങൾ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ എല്ലാം ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഇസ് ദ ഫ്രിഡ്ജ്. ഓക്കെ, ഇനി ഫ്രിഡ്ജിനകത്തുള്ളത് ഗീ റൈസ്, കോളിഫ്ലവർ
കറി ആൻഡ് ബട്ടർ ചിക്കൻ. പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ നെയ്യപ്പം, പഴംപൊരി അതൊക്കെയാണ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ഇപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഇന്നലെ വന്നിട്ട് വി ഹാഡ് ഗീ റൈസ് ആൻഡ് ബട്ടർ ചിക്കൻ. അപ്പോൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കധികം അങ്ങനെ ബുദ്ധിമുട്ടൊന്നും വന്നില്ല. ആൻഡ് ഐ വാസ് റിയലി ഹാപ്പി. ദി ബാത്റൂം ഗുഡല്ലേ ബാത്റൂം. ഈ ഗ്ലാമ്പിംഗ് സൈറ്റിൽ വേറെ എവിടെയും മിററില്ല. റെഡി ആവണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നിന്ന് റെഡി ആവണം. സോ ഞാൻ ഇവിടെ നിന്നാണ് ഇന്ന് റെഡി ആയത്. ദിസ് ഇസ് ദി ബെഡ്റൂം. ബെഡിൻ്റെ ഈ ഭാഗത്തായിട്ട് സ്റ്റോറേജ് ഉണ്ട്. സോ ഇഫ് യു വാണ്ട് ടു കീപ് യുവർ സ്റ്റഫ്, ഡ്രസ്സൊക്കെ വെക്കണമെങ്കിൽ ഇവിടെ ഉണ്ട്. ഇവിടെ 2 ബെഡ് സൈഡ് ടേബിൾസ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു വിൻഡോ ഉണ്ട്. സോ വെൻ യു വേക്ക് അപ്പ് ഇൻ ദ മോർണിംഗ് ഇവിടെ അപ്പോൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഔട്ട്സൈഡ് വ്യൂ കാണാൻ വേണ്ടിയിട്ട്. ഇത് ഹോൾ ഏരിയ ഇസ് ബ്രേഡ് ഹബ് ഹോളിഡേ പാർക്ക്. സോ ഇവിടെ എല്ലാം ഇതേപോലത്തെ ഗ്ലാമ്പിംഗ് ടെൻസ് ആണ് ഉള്ളത്. സോ ചിലത് ബിഗർ ആയിരിക്കും, ചിലത് ഇതേപോലെ ഉള്ളത്. ഈ ഒരു സൈഡിൽ മൊത്തം ഉള്ളത് ഈ സെയിം ടൈപ്പാണ്. ആൻഡ് അപ്പുറത്തുള്ളത് വേറെ കുറച്ചുകൂടി ബിഗർ ടൈപ്സ്. ഐ തിങ്ക് ഇറ്റ്സ് അക്കോമഡേറ്റിംഗ് മോർ പീപ്പിൾ, ലൈക്ക് 6, 7, 10 പീപ്പിൾ. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഗ്ലാമ്പിംഗ് പോട്ട്സ് ആണ് അവിടെ ഉള്ളത്. വി ഹാവ് സം പ്ലാൻസ് ഫോർ ടുഡേ. ഇന്ന് രാത്രി ആകുമ്പം ചിക്കൻ ഗ്രില്ല് ചെയ്യണം. സോ ബട്ട് ഇതെല്ലാം നമുക്ക് 4 o'clock മുമ്പ് ചെയ്യണം. ലൈറ്റ് പോകുന്നതിന് മുമ്പ്. പിന്നെ എനിക്ക് ഫോട്ടോസും എടുക്കണം. അത്രേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇത് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ വിൽ ബി ആഡിങ് ദി വെബ്സൈറ്റ് ഡീറ്റെയിൽസ് ആൻഡ് എവറിത്തിങ് ഇൻ ദി ഡിസ്ക്രിപ്ഷൻ. സോ ഇഫ് യു വാണ്ട് ടു ബുക്ക്, because it is Christmas New Year time, bookings കിട്ടാൻ ഭയങ്കര പാടാണ്. So you'll have to book way in advance. So that's all. I hope you liked our glamping site, which is in Scotland. I hope you guys enjoyed watching this video. If you did, then please do subscribe to my channel. Please do like, share and comment. So until I see you next time in another video, bye bye, see you, take care.